പ്രേയിങ് കേരള എന്നുള്ള ഒരു പരിപാടി കണ്ടു. അതിലെനിക്ക് വളരെ ആത്മീയമായ ഒരു ഉണർവ് എനിക്ക് ലഭിച്ചു. I start the day with Praying Kerala. It has been a blessing to my life. ഇത് ലോൺ അപേക്ഷിച്ചാൽ പ്രേയിങ് കേരള വിളിച്ചു പറഞ്ഞ ഉടനെ അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടി. ഞാൻ ആ പ്രേയർ കേരളയുടെ പ്രാർത്ഥന കണ്ടു. അന്നോട്ട് എനിക്ക് വലിയ വിശ്വാസമായി. അങ്കിളിന് ഹെപ്പറ്റൈറ്റിസ് ബി കൂടി മരിച്ചു പോകുന്ന ഡോക്ടർമാരെല്ലാം പറഞ്ഞതാ. ഒരു 1.5 മാസം കിടക്കണമെന്ന് പറഞ്ഞ കേസ് 14 ദിവസം പോലും എടുത്തില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. 6 മണിയാവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് TV ട്യൂൺ ചെയ്യാൻ. അവന്റെ മഹത്വം സർവശക്തനായ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്നിടത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ യേശുവിന്റെ സാന്നിധ്യം ദേശങ്ങളിൽ ഇറങ്ങുന്നു. കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തന്റെ തേജസ്സിനാൽ അവൻ നിന്നെ ഈ പ്രഭാതത്തിൽ നിറയ്ക്കുന്നു. Praise the Lord. Hallelujah. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കേരളം എന്നീ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. അതെ, ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങളുടെ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ പ്രിയ സഹോദര, ക്രിസ്തുവിൽ താങ്കൾക്ക് ശുഭമായ ഭാവിയുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയതൊന്ന് കരുതിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ദിവസമാണ്. ദൈവവചനത്തും പ്രാർത്ഥനയോടും
ആരാധനയോടും കൂടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് താങ്കളുടെ കരങ്ങളിൽ എത്തുവാൻ പോകുകയാണ്. നമ്മൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ, പ്രാർത്ഥനയോടും ആരാധനയോടും കൂടെ ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ പോകുകയാണ്. അതിനായി കർത്തൃദാസന്മാരെ ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ കരങ്ങളെ ഉയർത്തിയൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. തൻ്റെ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ സിനു നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായി ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാതിടങ്ങളിൽ കരങ്ങളെ ഉയർത്തി അവനെ സ്തുതിച്ചാട്ട്, അവന് നന്ദി പറഞ്ഞാട്ട്. യേശു എത്ര നല്ലവൻ, അവൻ എത്ര മഹോന്നതൻ, അവൻ എത്ര പരിശുദ്ധൻ, എത്ര വലിയവൻ. നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിന്റെ കാലിന്റെ വീഴ്ചയിൽ നിന്നും, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവം ഈ പ്രഭാതത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ അവനെ സ്തുതിച്ചാട്ട്. അതെ, നമുക്ക് കർത്താവ് ദാസൻ സിനുവിനെ ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൽ നിന്ന് കേൾക്കാനായി ക്ഷണിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടേണ്ട. ഇന്ന് പകലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേലേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇന്നത്തെ വചന ധ്യാനത്തിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മുഴുവൻ ഇവിടെ വായിക്കുന്നില്ല. 11-ാമത്തെ ഒരു വാക്യം മാത്രം നമ്മുടെ ധ്യാനത്തിന് വേണ്ടി മുറുക്കൽ വായിക്കുന്നു. അതിങ്ങനെയാണ്: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാവുന്ന ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു താൻ ഭൂമിയിലായിരുന്നപ്പോൾ അനേകം അത്ഭുതങ്ങളും അനേകം അടയാളങ്ങളും ചെയ്ത് താൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് വെളിപ്പെടുത്തുവാൻ, താൻ രോഗികളെ സൗഖ്യമാക്കുന്നവനെന്ന്, പാപികളെ രക്ഷിക്കുന്നവനെന്ന് ഇന്ന് നമ്മളെ വെളിപ്പെടുത്തുവാൻ തക്കണം അവൻ അനേകം അത്ഭുതങ്ങളും അനേകം കാര്യങ്ങളും ചെയ്തു. തൻ്റെ വചനത്തിലൂടെ എല്ലാം താൻ അത് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ താൻ അത്ഭുതങ്ങൾ തുടങ്ങുന്നതിൻ്റെ ആരംഭമായിട്ട് താൻ ചെയ്തത് ഒരു കാനാവിലെ ഒരു ഭവനത്തിൽ വെച്ച. ആ ഭവനത്തിൽ ഒരു വിവാഹമുണ്ടായിരുന്നു. ആ വിവാഹത്തിൽ താൻ അത്ഭുതം ചെയ്ത് തുടങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. അവൻ അത്ഭുതം ചെയ്തത് എവിടാ? അവനൊരു കുടുംബത്തിൽ അവനാണ് അത്ഭുതം ചെയ്തത്. ഇന്ന് പ്രിയമുള്ളവരെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് കുടുംബത്തെ അനുഗ്രഹിപ്പാൻ, കുടുംബത്തെ ഉയർത്തുവാൻ, കുടുംബത്തെ മാനിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവുള്ളൊരു കുടുംബമാണോ നിങ്ങളുടേത്? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ ഉണ്ടാകും. ദേശത്ത് നിങ്ങൾ മാനിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ സകല നന്മകളും നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറയുടെ മേലും നിങ്ങളുടെ സകലരുടെ മേലും ഉണ്ടാകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: കാനാവിൽ യേശു പോയ ഒരു ഭവനത്തിൽ ഹല്ലേലൂയ അവിടെ ഒരു വിവാഹമായിരുന്നു. ഹല്ലേലൂയ. ആ വിവാഹം നല്ല രീതിയിലൊക്കെ വരികയാണ്. നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആളിനെ അനേകരെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വരുന്നു, സന്തോഷത്തോട് സമാധാനത്തോടെ എല്ലാം പങ്കിടുന്നു, തമ്മിൽ കാണുന്നു, പരിചയപ്പെടുന്നു. പക്ഷെ പറയട്ടെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വിവാഹ വീട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല. അന്നത്തെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അന്നത്തെ അവരുടെ ആഹാര സമൃദ്ധിയിൽ അവർക്ക് വീഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് അവരുടെ ജീവിതത്തിൽ അത് മാന്യതയുടെ ഒരു ഭാഗമായിട്ട് തന്നെ അവർ അത് കരുതിയിരുന്നു. എന്നാൽ ഈ ഭവനത്തിലാകട്ടെ വീഞ്ഞ് തീർന്നു പോയി. ഹല്ലേലൂയ. പറയട്ടെ, ആൾക്കാരെല്ലാം വന്നു, പക്ഷെ അവർക്ക് കൊടുക്കാനുള്ള വീഞ്ഞില്ല. സ്വാഭാവികമായിട്ടും അവർ ലജ്ജിക്കപ്പെടേണ്ടതാണ്. ആ കുടുംബം നിന്നെ അനുഭവിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പറയട്ടെ, ആ ഭവനം ലജ്ജ അനുഭവിക്കേണ്ടതായി വന്നില്ല, നിന്നെ അനുഭവിക്കേണ്ടതായി വന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, അവിടെ യേശു ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ.
എന്ന് ഞാൻ പറയട്ടെ, യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരു ഹല്ലേലൂയ ലജ്ജയുടെ അനുഭവം വരുന്ന ആ സന്ദർഭങ്ങളിലും യേശു ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ യേശു വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ നവംബർ മാസം 1-ാം തീയതിയിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പറയട്ടെ, അവൻ നമുക്ക് നല്ല വഴികാട്ടിയായി, നമ്മളെ സ്നേഹിതനായി, നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ഇവരുടെ കുടുംബത്തിൽ അത്ഭുതം നടന്നത്? 2 കാര്യങ്ങൾ വേഗം പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ആ കുടുംബത്തിൽ അത്ഭുതം നടന്നതിൻ്റെ 1-ാമത്തെ കാരണം എന്ന് പറയുന്നത് ആ കുടുംബത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. യേശുവിനെ അവിടേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചിട്ടില്ലയോ? ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇന്നത് നിങ്ങളുടെ സമയമാണ് എന്ന് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് യേശുവിനോട് പറ, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവായി അങ്ങ് ഭരണം നടത്തണമേ. ഒരു വാക്ക് യേശുവിനോട് പ്രാർത്ഥിക്കുമോ? ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമോ? തീർച്ചയായിട്ടും പറയട്ടെ, യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്ന യേശു അങ്ങ് ഇടിച്ചു കയറി വരികയില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ വാതിൽ തുറന്ന് ഞാൻ അകത്ത് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഒരിക്കലും യേശു വാതിൽ തള്ളി തുറന്ന് കയറി വരികയില്ല. പക്ഷേ നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു തട്ടുന്ന ശബ്ദം മറ്റാർക്കും കേൾക്കാൻ കഴിയത്തില്ല. അത് നിങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പോലെ യേശു തട്ടുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇനി എന്തിനു താമസിക്കുന്നു? ആ ഹൃദയത്തിന്റെ വാതിലൊന്ന് യേശുവിന് മുൻപാകെ തുറന്നു കൊടുത്തുകൊണ്ട് യേശുവിനോട് പറ, യേശുവേ നീ അകത്തേക്ക് കയറി വരണമേ. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരണമെന്ന് യേശുവിനോട് ഒരു വാക്ക് പറ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അടുത്തൊരു കാര്യം കൂടെ പറയട്ടെ. യേശു നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്ന നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലയിലും യേശുവിന് സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മുടെ ഭവനങ്ങളിൽ ഗസ്റ്റ് റൂമിൽ മാത്രം യേശുവിനെ ഇരുത്തിയാൽ പോരാ, ലിവിംഗ് റൂമിൽ മാത്രം ഇരുത്തിയാൽ പോരാ. നമ്മൾ ബെഡ്റൂം, കിച്ചന്, മറ്റേതൊക്കെ റൂം, അവിടെ എല്ലാം യേശുവിന് അധികാരം കൊടുക്കണം. യേശുവിനെ വീട്ടിൽ കയറ്റിയിട്ട് വീട്ടിൽ ഇരുത്തിയിട്ട് മാത്രം നമ്മൾ ഓഫീസിലേക്ക് പോകുന്നവരാണോ? അരുത്. നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോഴും യേശുവിനോട് പറയണം, കർത്താവേ എൻ്റെ ഭവനത്തിൽ മാത്രമല്ല നിനക്ക് അധികാരം, എൻ്റെ ഓഫീസിൽ നിനക്ക് അധികാരമുണ്ട്. കർത്താവ്, എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്ഥലത്തേക്ക് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഇടപെടുമ്പോൾ, ഞാൻ പോകുന്ന യാത്രയിൽ, ഞാൻ സംസാരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ, കർത്താവെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവെ നീ എൻ്റെ കൂടെ കടന്നു വരണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ യേശുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും നമ്മൾ സംസാരിക്കത്തില്ല. യേശുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി പോലും നമ്മൾ ചെയ്യത്തില്ല. എപ്പോഴും യേശു നമ്മളോട് കൂടെ ഇരിപ്പാൻ യേശുവിനെ ഒന്ന് ക്ഷണിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിപ്പാൻ, നമ്മുടെ വാക്കുകളെ നിയന്ത്രിപ്പാൻ, നമ്മുടെ യാത്രകളെ നിയന്ത്രിപ്പാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഇന്ന് ഏൽപ്പിച്ച് കൊടുത്താട്ടെ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും യേശു നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, ഉയർത്തുക തന്നെ ചെയ്യും. 2-ാമത്തെ രഹസ്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, യേശു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒന്നാമത് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. 2-ാമത്തെ കാര്യം, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നമ്മൾ ചെയ്യണം. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ജീവിതത്തിലുണ്ട്, അത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ അടുത്തൊരു പ്രാധാന്യമുള്ളൊരു കാര്യം, യേശു നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ, അതിനെ അനുസരിപ്പാൻ തക്കണം ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പറയട്ടെ, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുന്നവരാണോ നമ്മൾ? തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ഹല്ലേലൂയ തകർന്നൊരു ജീവിതമായിരിക്കാൻ, ഉടഞ്ഞൊരു ജീവിതമായിരിക്കാൻ യേശു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഉയർത്തുവാനാ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്, തകർന്നു കിടക്കുവാനല്ല. നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് പകൽ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ആ കാനാവിലെ കല്യാണ വീട്ടിൽ എല്ലാം ക്രമീകരിച്ചു, എല്ലാം നന്നായിട്ടാണ് പോയത്, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. എന്നാൽ ഹല്ലേലൂയ അവർ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ പോയത്.
ഒരുപക്ഷെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്ലാനും പദ്ധതിയോടും കൂടി ആയിരിക്കാം നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ തുടങ്ങിയത്. നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് അങ്ങനെ ആയിരിക്കാം, നിങ്ങളുടെ ജീവിതം തുടങ്ങിയത് അങ്ങനെ ആയിരിക്കാം. എന്നാൽ നിങ്ങളെ ഹല്ലേലൂയ പ്ലാനും പദ്ധതിയും പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം കൈവിട്ടു പോയ അവസ്ഥയാണോ? തകർന്ന അനുഭവമാണോ? ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് ക്ഷണിച്ചാട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ക്ഷണിച്ചാട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒന്ന് ക്ഷണിച്ചാട്ടെ. നമുക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ, ആ നല്ല കോളേജിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചപ്പോൾ, ആ കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഓർത്ത് എന്നും നന്നായി പഠിക്കണം, നല്ല മാർക്കോട് പാസ്സാകണം. എന്നാൽ സമയത്തിന് നീക്കത്തിൽ പഠനത്തിൽ വളരെ പുറകോട്ട് പോയി. എത്ര ശ്രമിച്ചിട്ടും പഠിച്ചു കയറുവാൻ കഴിയുന്നില്ലയോ? ഇന്ന് പകൽ ആ യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചാട്ടെ. ഏത് മേഖലയിലാണ് നമ്മൾ ഉടയപ്പെട്ടത്? ഏത് മേഖലയിലാണ് നമ്മൾ തകർന്നിരിക്കുന്നത്? ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു, അവന്റെ ബലമുള്ള കരങ്ങളിലേക്ക്. പ്രിയമുള്ളവരെ, അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. നിന്നെ ഉയർത്തുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നിന്നെ മാനിക്കുന്നത് യേശുവിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ വായിക്കുന്നു, യേശുവിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ദേശത്ത് നീ ലജ്ജ അനുഭവിക്കേണ്ടി വരും. ഓഫീസിൽ നീ ലജ്ജ അനുഭവിക്കേണ്ടി വരും. സ്കൂളിലെ കോളേജിൽ ലജ്ജ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഭയം നിന്നെ കീഴടക്കുന്നുണ്ടോ? ഇല്ല. യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചാൽ ഒരിക്കലും നിനക്ക് അത് നേരിടേണ്ടി വരത്തില്ല. കാര്യം നിന്നെ മാനിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്റെ നാമത്തെ ഹല്ലേലൂയ ഉയർത്തുന്ന, മറ്റുള്ള മുമ്പാകെ നിന്നെ മാന്യനാക്കി തീർക്കുന്ന ആ യേശു നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ നവംബർ മാസം 1-ാം തീയതി 2013 നാം നിൽക്കുമ്പോൾ ഇന്നു മുതൽ ആര് പറയും, യേശുവേ യേശുവേ അങ്ങ് നിയന്ത്രിക്കണം എന്നെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പഠന മേഖലകളെ, എൻ്റെ ഓഫീസുകൾ, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും യേശുവേ നിന്റെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ രഹസ്യം, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. രണ്ടാമത്, യേശു എന്ത് കൽപ്പിച്ചാലും അത് അനുസരിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മൾ വായിച്ച വാക്യം, യേശു തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ജീവിതമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ യേശുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പഠനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലയിലും യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ആരെന്ന് പകൽ പറയും, യേശുവേ നിന്റെ മഹത്വത്താൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കഴിയുമെങ്കിൽ അതാ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റാട്ടെ. ആ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിവർത്തിക്കൊണ്ട് പറ, യേശുവേ ഇന്ന് കേട്ട ദൈവവചനം പോലെ കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു. കർത്താവേ, ഇനി ഞാൻ മറ്റൊരു സമയത്തിന് വേണ്ടി നോക്കി നിൽക്കത്തില്ല, നാളെ ആകട്ടെ എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുന്നില്ല. കർത്താവേ, ഈ നിമിഷം തന്നെ, ഈ 6:20 നിമിഷം യേശുവേ എൻ്റെ ജീവിതത്തെ നിന്റെ കരത്തിലേക്ക് ഞാൻ തരുന്നു. ഹല്ലേലൂയ. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ ഭവനത്തിലേക്ക് വരണം, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സകല മേഖലകളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ടെ. പ്രിയമുള്ളവരെ, യേശു നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ കുടുംബത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ടി വരത്തില്ല. അവരുടെ ഭാവി ഓർത്ത് നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരത്തില്ല. അവർക്ക് വേണ്ടി നല്ലത് കരുതുന്ന യേശുവിൻ്റെ മുൻപാകെ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെയും, നിങ്ങളുടെ കുടുംബത്തെയും, കുഞ്ഞുങ്ങളെയും, നിങ്ങളുടെ ബിസിനസ്സിനെയും, നിങ്ങളുടെ പഠനത്തെയും, നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ ഇടപെടുന്നവരാണോ അതെല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ടെ. ഓ, നിങ്ങളുടെ സാക്ഷ്യം മാറാൻ പോകുക. ഇപ്പോൾ നമ്മൾ പാടുന്ന പോലെ നിങ്ങൾ പറയാൻ പോകുക, യേശു എത്ര നല്ലവൻ. ആ കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ ഹല്ലേലൂയ. ഈ രോഗം ഒരിക്കലും നിങ്ങളെ കൊല്ലത്തില്ല കേട്ടോ. ഈ രോഗത്തെ നിങ്ങളെ വിടുവിക്കുന്ന യേശുവിന് മുൻപാകെ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അവൻ നിങ്ങളെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തെ അവൻ ഉയർത്താൻ പോകുക. നിങ്ങളെ അവൻ മാനിക്കാൻ പോകുക. ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താൻ പോകുക. ബിസിനസിനെ മാനിക്കാൻ പോകുക. നിങ്ങളുടെ പഠനത്തെ മാനിക്കാൻ പോകുക. ദൈവത്തിന്റെ സകല നിറവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുക. താങ്ക് യു ലോർഡ്. സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കർത്താവ് നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ മാസത്തിൽ കർത്താവ് നിന്റെ സന്നിധിയിൽ അവരൊരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ അതിന്മേൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ.
അവരുടെ ഭവനത്തെ കർത്താവ് ഇപ്പോൾ അവർ എവിടെ നിന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുവോ അവിടേക്ക് നിന്റെ സാന്നിധ്യം ഇറങ്ങണമേ കർത്താവേ. നിന്റെ സാന്നിധ്യത്താൽ നീ അവരെ നിറയ്ക്കണമേ. അങ്ങനെ മാർബോട് അവരെ ചേർത്ത് പിടിക്കണമേ. ഇന്ന് പകൽ ആശ്വാസത്തിന്റെ വചനങ്ങൾ നീ അവരോട് പറയണമേ. ബലപ്പെടുത്തുന്ന വാക്കുകൾ നീ അവരോട് പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആരോഗ്യമില്ലാത്തവരായിട്ടാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നെങ്കിൽ യേശുവേ ഇന്ന് പകൽ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ. ദൈവിക സമാധാനം അവരുടെ മേൽ ഉണ്ടാകട്ടെ. ദൈവിക വിടുതലുകൾ അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബിസിനസ് തകർന്നു നിൽക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ബിസിനസ് മേൽ ഉയർച്ച ഉണ്ടാകട്ടെ. കടഭാരങ്ങൾ മാറുവാൻ തക്കണം കർത്താവേ. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോണുകൾ അടയ്ക്കുവാൻ ദൈവമേ നീ സഹായിച്ചാട്ടെ. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കർത്താവ് ഇന്ന് പകലും ഈ പ്രഭാതത്തിലും കർത്താവെ ജീവിതങ്ങളെ കരം പിടിച്ച് ഉയർത്തുന്നതിനായി സ്തോത്രം. ആത്മഹത്യ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ സമാധാനം ഓരോ ഹൃദയങ്ങളിലും ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠനത്തിൽ ഉയർച്ച കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ. ബിസിനസ്സിൽ ഉയർച്ച സഹോദരന്മാർക്ക് ഉണ്ടാകട്ടെ കർത്താവെ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. തകർന്ന കുടുംബങ്ങൾ ഇന്ന് പകൽ നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിനെ അങ്ങ് പണിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേശത്ത് നീ മാനിക്കണം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ ദൈവകൃപ ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തിയുടെ മേലും ഇപ്പോൾ തന്നെ ഇറങ്ങുമാറാകട്ടെ. യേശുവിന്റെ നാമങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 5 തെങ്ങിൽ നിന്ന് സെൽവി വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് BP ഉണ്ട്, 8 മാസമായി തളർന്നു കിടക്കുന്നു. യേശുവെ നിന്റെ കരങ്ങളിലേക്ക് ഈ ജീവിതത്തെ സമർപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ തളർന്നു കിടക്കുന്ന അവസ്ഥകൾക്ക് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ആ മകന്റെ മേൽ കർത്താവ് ദൈവിക ജീവൻ ഉണർവ് ഉണ്ടാവട്ടെ കർത്താവേ. തളർച്ചകൾ മാറട്ടെ. ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും ദൈവത്തിന്റെ ജീവൻ കർത്താവെ നീ ഊതുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ജീവശ്വാസം ആ ശരീരത്തെ നീ ജീവിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ലീല മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾ ലയായ്ക്ക് പനി, കസിൻ മായയ്ക്ക് പനി. സൗഖ്യമാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുന്ന രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പന്തളത്ത് നിന്ന് സിന്ധു വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് ദൈവഹിത പ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ പിതാവേ, സിന്ധുവിനായി കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ഹസ്ബൻഡിന്മേൽ നീ ഇറങ്ങി പ്രവർത്തിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമായി തിരുവാതക്കോണം ആ ജീവിതത്തെ നീ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ ദൈവമേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഞാൻ ചെയ്യുന്നതുമാകിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. രവിശങ്കർ പാലക്കാട് വിളിച്ചിരിക്കുന്നു. ബസിന്റെ വിവാഹം നടക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വിവാഹത്തിലുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറട്ടെ. തക്കതായ ഒരു തുണയെ അവിടുന്ന് കണ്ടെത്തുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവല്ലയിൽ നിന്ന് ഉഷ വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറണം. ഗൾഫിലുള്ള ഹസ്ബൻഡിന്റെ ശമ്പളം കൃത്യസമയത്ത് തന്നെ ലഭിക്കണം. മകൾക്ക് ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവെ, ഞങ്ങൾ ഉഷയ്ക്കും കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബ ജീവിതങ്ങൾ ധന്യമായി തീരുമാറാട്ടെ. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ കർത്താവെ. ആ ഹസ്ബൻഡിന് തക്ക സമയത്ത് കൃത്യമായിട്ടുള്ള ഡേറ്റിൽ തന്നെ കർത്താവെ ആ ശമ്പളം തിരികെ ലഭിക്കുവാൻ തൊക്കെ ഇടയാണ്ടനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ എല്ലാ സാമ്പത്തിക ക്രമീകരണങ്ങളും കർത്താവെ നീ ക്രമീകരിച്ച് ഒരു ഓർഡറിലാക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അമ്മൾക്ക് നല്ലൊരു ജോലി നീ നൽകി അനുഗ്രഹിക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവനാമ മഹത്വത്തിന് കാരണമായി തിരുവോതക്കണം. ആ കുടുംബത്തെ നീ ഉയർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കനകവല്ലി കണ്ണൂന്ന് വിളിച്ചിരിക്കുന്നു. വസ്തുവിന്റെ കേസ് സുപ്രീം കോടതിയിലാണ്. അനുകൂലമായ തീരുമാനം ഉടനെ ലഭിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കേസിന്റെ തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് അതിന്റെ ഉദ്യോഗസ്ഥന്മാരോട് വേണ്ട ഇടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥനയും ആരാധനയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ഫോൺ കോളുകൾ ഞങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും വേഗത്തിൽ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ എത്തിച്ചു തരുവാൻ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കും. ഞങ്ങൾ താങ്കളോട് ഇങ്ങനെ പറയട്ടെ, ദൈവം താങ്കളെക്കുറിച്ച് ഒരു ദോഷവും പദ്ധതിയിട്ടിട്ടില്ല. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കാട്ടാക്കടയിൽ നിന്ന് ബിന്ദു എന്നൊരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അമ്മയും മോൾ ഡെലിവറി ടൈമിൽ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വിളിച്ചിരുന്നു. സുഖകരമായ ഒരു ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡെലിവറി കഴിഞ്ഞു. അമ്മയും കുഞ്ഞും
സുഖമായിരിക്കുന്നു എന്നൊരു പ്രാർത്ഥന പ്രൈസ് റിപ്പോർട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തു നിന്നും എൽസി എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മകൻ്റെ കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ അവർ കടന്നുപോയി. പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനാ കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവർ തമ്മിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി. ഇന്ന് അവൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബജീവിതത്തിലായിരിക്കുന്നു എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ലളിത എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, ലെങ്സിന്റെ പ്രോബ്ലം മാറി, ടെസ്റ്റ് നോർമലായി തുടങ്ങി അനവധി യേശു കൊടുത്ത മറുപടികൾ നമുക്കിവിടെ ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ലളിതയുടെ മാത്രം വിഷയം അല്ല, അല്ലെങ്കിൽ എൽസിയുടെ മാത്രം ജീവിതത്തിലല്ല യേശു പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ യേശു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുകയാണ്. താങ്കൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? അല്ലെങ്കിൽ ആ വേദനയുള്ള ഭാഗത്ത് കരങ്ങളെ ഒന്ന് വെക്കാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുക. നിങ്ങൾ വിളിച്ചു പറയുന്ന ഓരോ വിഷയങ്ങളും തീർച്ചയായിട്ടും ഈ ഓൾട്ടറിലെത്തും. ഞങ്ങൾ ഓരോരുത്തരും എല്ലാ ദിവസവും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ താങ്കൾക്ക് ഉറപ്പു തരുന്നു. ഇപ്പോൾ ഈ ഓൾട്ടറിൽ അനേക വിഷയങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഓരോ വിഷയവും കേവലം പേപ്പറുകളല്ല, അനേക ജീവിതങ്ങളുടെ വിഷയങ്ങളാണ്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. 28,588 അധികം വിഷയങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ എത്തിച്ചേർന്നു. ഓരോ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇപ്പോൾ റീനു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഈ ഓൾട്ടറിലിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ, പാൽക്കാല രോഗികളായി ഭാരപ്പെടുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം ആ വ്യക്തികളുടെ മേൽ ഇറങ്ങട്ടെ. കർത്താവെ, ഹല്ലേലൂയ, അവരായിരിക്കുന്ന അവസ്ഥകൾ അങ്ങ് അറിയുന്നല്ലോ. കർത്താവെ, ഹല്ലേലൂയ, രോഗത്തിൽ നിന്ന് കർത്താവ് ഒരു പൂർണ്ണ വിടുതൽ അങ്ങ് അയച്ചാട്ട്, സൗഖ്യം അങ്ങ് അയച്ചാട്ട്. കർത്താവ്, ബലത്തോടെ എഴുന്നേൽപ്പാൻ കർത്താവ് നീ അവരെ ബലപ്പെടുത്തിയാട്ട്. എല്ലാ കെടുതികളും മാറട്ടെ, രോഗത്തിന്റെ എല്ലാ വ്യാധികളും മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം ഈ പകൽക്കാലം അവരിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇതിനടുത്തുനിന്ന് ബിനോയ് ആൻഡ് സൂസൻ ഫാമിലി അവർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ മരുമകൻ എബി ലണ്ടനിലായിരിക്കുന്നു, എബി മകളും ലണ്ടനിലായിരിക്കുന്നു. അവരുടെ ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒന്നാമത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും പാസ്സായി എന്നുള്ള സന്തോഷ വാർത്ത നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മകൾ അനുവിന് November 7 ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് പാസ്സാകാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു ലെറ്ററിലാണ് ട്രിവാൻഡ്രത്തുനിന്ന് സുഭൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. മുൻസീഫിന്റെ എക്സാം എഴുതി അത് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലൊരു ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളോട് ചോദിക്കും. അവരുടെ ചെവിയുടെ ഇയർഡ്രമിൽ ഹോളുണ്ട്, അത് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ വെച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അത്ഭുതം. അവരുടെ 2 കുഞ്ഞുങ്ങൾ പനി, ചുമ, ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്നു. ഭാര്യ യൂട്രസിൽ ഫൈബ്രോയിഡിനാൽ ഭാരപ്പെടുന്നു. കൃത്യമായി പ്രാർത്ഥിക്കാണ്ട് നമ്മൾ പ്രാർത്ഥന ചോദിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അനേകർ ഇന്ന് പകൽ ഇന്റർവ്യൂവിന് വേണ്ടി, ഇന്ന് പകൽ എക്സാമിന് വേണ്ടി തയ്യാറാകുന്നവരുണ്ട്. പ്രാർത്ഥന ചോദിക്കും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിഷയം ഈ 6:30 വരെയും ആരാധന പങ്കെടുത്തിട്ട് ജോലിക്കായി കടന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് പകൽ ഇന്റർവ്യൂവിന് ഉള്ളവർക്ക് വേണ്ടി, എക്സാം ഉള്ളവർക്ക് വേണ്ടി, ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എബിക്ക് അങ്ങ് കൊടുത്ത നല്ല വിജയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലി അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടക്കാൻ പോകുന്ന ഇന്റർവ്യൂവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ നന്നായി പാസ്സാവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ്, അനേകം ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്. ഇന്ന് പകലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, പലവിധമായ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ സുബന്യ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് എഴുതിയ എക്സാമിൽ കർത്താവെ നന്നായി പാസ്സാകട്ടെ, ആ ജോലി അവന് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്മേൽ ദൈവിക സൗഖ്യം എല്ലാവരുടെ മേലും ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്ന് പകൽ ജോലിക്കായി കടന്നു പോകുന്ന കർത്താവെ ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്ത്, യാത്രാ മേഖലയിൽ, പഠന മേഖലയിൽ എല്ലാം കർത്താവെ നിന്റെ കൃപ അവരോട് കൂടി ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സോജൻ സംസാരിക്കുന്നു. ഓക്കെ, പറഞ്ഞാട്ടെ. ഞാൻ ഈ മാസം 3-ാം തീയതി നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അഡ്മിറ്റ് ആവുകയാണ്. ഒരു ഹാർട്ടിന്റെ ഓപ്പറേഷന് വേണ്ടിയാണ്. ഒരു വാൽവ് റീപ്ലേസ് ചെയ്യേണ്ട ഓപ്പറേഷനാണ്.
അത് ചൊവ്വാഴ്ച 5-ാം തീയതി രാവിലെ തിയേറ്ററിൽ കയറ്റും. ഇപ്പോൾ അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കേരളവും ഞാൻ മുമ്പ് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഓപ്പറേഷൻ കൂടാതെ തന്നെ ദൈവ സൗഖ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇല്ല, ദൈവത്തിന്റെ ഹിതം പോലെ ആയിത്തീരുവാൻ ദൈവം അതിന് ആ ഓപ്പറേഷന്റെ പ്രക്രിയ കൂടെ കടന്നു പോകുന്നെങ്കിലും അത് സക്സസ് ആയി തീരുവാനും ഭാവിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ആ പ്രാർത്ഥന വിഷയം തന്നെ എൻ്റെ ടേബിളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സോജൻ, അദ്ദേഹത്തിൻ്റെ പേര് സോജൻ എന്നാണ്. തീർച്ചയായിട്ടും സോജൻ സാർ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേരളത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ ചൊവ്വാഴ്ച എൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് ഹിതമാണെങ്കിൽ മാത്രം അത് നടക്കാൻ, ഇല്ല എങ്കിൽ അത്ഭുതകരമായ സൗഖ്യം അവിടെ ഉണ്ടാകേണ്ടതിനായി ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേരളത്തിലുള്ള സകലരും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, അതുപോലെ അനേകർ ഹാർട്ടിൻ്റെ പ്രോബ്ലംസിലായിരിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അത്ഭുതം അവരുടെ മേലെ ഉണ്ടാകേണ്ടത്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന വിശിഷ്യ ഈ സോജന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ മകൻ്റെ മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഹാർട്ടിൻ്റെ വിവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കർത്താവ് ഓരോരുത്തരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായ സൗഖ്യം ഓരോരുത്തരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കൃപ ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കട്ടെ, വിടുതൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ജിജി സാമുവൽ ഗുജറാത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഭാര്യയ്ക്ക് തൈറോയിഡിന് പ്രോബ്ലം ഉണ്ട്. പിതാവിന് ശാരീരിക സൗഖ്യം വേണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളുടെ ആ തൈറോയിഡിന്റെ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ അത് പൂർണ്ണമായി മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യവും ആരോഗ്യം ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു കർത്താവെ. ആ പിതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ, നാം അവന്റെ ആകുന്നു എന്നുള്ള തിരുവചനത്തെ ഞങ്ങൾ ആ മകനിലേക്ക് അയച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ ഹിതമോട് നിറവേറ്റുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ജാൻസി 14 വിളിച്ചിരിക്കുന്നു. ഭർത്താവ് ദുബായിൽ കമ്പനിയിൽ തീപിടിച്ചതിൽ പിന്നെ ശമ്പളം കിട്ടുന്നില്ല, ടെൻഷനുണ്ട്, പ്രാർത്ഥിക്കണം. കർത്താവെ, സ്വർഗീയ പിതാവേ, വിഷയത്തിന്മേല പരിശുദ്ധാത്മാവിന്റെ കരം ഇറങ്ങണമേ. ഇന്ന് കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ ശമ്പളം ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിനിടയാകട്ടെ. ആ ടെൻഷൻ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ധൈര്യം നീ കൊടുക്കണമേ. ടെൻഷൻ പൂർണ്ണമായി വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആനി മണർകാട് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ നേഴ്സ്, സ്റ്റേറ്റ്സിൽ നല്ല ജോലി ലഭിക്കണം, നല്ല വിവാഹം നടക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പൈതലിന് വേണ്ടി പുതിയ വഴികൾ ഇവിടുന്ന് തുറന്നു കൊടുത്താട്ട് അനുഗ്രഹിക്കപ്പെട്ട നയിപ്പാൻ തക്ക തുണയെ നീ ഒരുക്കി കൊടുത്ത് കുടുംബത്തെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഒരുക്കും യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ലാലുമോൻ വിളിച്ചിരിക്കുന്നു. ജോലി ലഭിക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ജോലി ലഭിക്കുവാൻ യേശു നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ട് യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ധനത്തിന് ഒത്തവണ്ണം കർത്താവെ നിന്റെ മകന് ഹല്ലേലൂയ അത് മാറി കർത്താവെ നീ അത് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് അങ്ങനെ തന്നെ സംഭവിക്കുമാറാകട്ടെ. കർത്താവ് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സരോജിനി മലയൻ കീഴിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 42ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. 2 ലക്ഷം രൂപ കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹപൂർണ്ണമായി ജീവിപ്പാൻ തന്റെ മക്കളെ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ കുടുംബത്തെ മറച്ചാട്ട് ആരോഗ്യമായവർക്ക് വീണ്ടും വരട്ടെ. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിപ്പാനിടയാകട്ടെ. കർത്താവെ, അവർക്ക് കൊടുത്തു വിട്ടുവാനുള്ള ആ പണം എത്രയും വേഗം നമ്മുടെ കരങ്ങളിൽ ലഭിക്കുവാനൊക്കെ വേണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കലവറ തുറന്നാട്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, മാറിയക്കുട്ടി 14 വിളിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട്, മൂത്ത മകന് ഭവനമില്ല, സ്ഥലം വിറ്റ് ഭവനം വാങ്ങണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ പ്രാർത്ഥിക്കുവാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ അത് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മൂത്ത മകന് ഭവനമില്ല, സ്ഥലം വിറ്റ് കർത്താവെ ഭവനം വാങ്ങുവാൻ യേശുവിന്റെ നാമത്തിൽ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന നന്ദിയോടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വരുന്ന സെക്കൻഡ് സാറ്റർഡേ 2ാമത്തെ ശനിയാഴ്ച ട്രിവാൻഡ്രത്ത് നമ്മുടെ ഹാർവസ്റ്റ് ടെലിവിഷൻ്റെ ഓഫീസിൽ വെച്ച് നമ്മുടെ പ്രാർത്ഥിക്കുന്ന കേരളം ഹാർവസ്റ്റ് ടെലിവിഷനും കൂടെ ഒരുമിച്ച് നമ്മളവിടെ പ്രത്യേകം പ്രാർത്ഥന ആ ദേശത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ പ്രത്യേകം അവിടെ പ്രാർത്ഥിക്കാൻ കൂടുന്നതായിരിക്കും. ട്രിവാൻഡ്രത്ത് ആ പരിസരത്ത് താമസിക്കുന്നവർ ആ ദേശത്ത് താമസിക്കുന്നവർ തീർച്ചയായിട്ടും അവിടെ കടന്നു വരണം. വിശിഷ്യാൽ താങ്കൾക്ക് വേണ്ടി സമയമെടുത്ത് താങ്കളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അനേകം പേരുണ്ട്. ബ്ലസ്സി പന്തളത്തിൽ നിന്ന് ബ്ലസ്സിയുടെ 34ാമത്തെ ബർത്ത്ഡേ ആണ്.
സുനിത്ത് അവൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതുപോലെ കോട്ടയം കളുത്തിപ്പടിയിൽ നിന്ന് ബോബി നോബി 2 പേരുടെയും ബർത്ത്ഡേ ആണ്. അതുപോലെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വ്യക്തികൾ അനേകം പേരെ പ്രാർത്ഥനാ വിഷയം വന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബ്ലസ്സിക്കായി, കർത്താവെ സുജിത്തിനായി, കർത്താവെ ബോബിക്കായി, നോബിക്കായി, കർത്താവെ അനേകം പേര് ഇന്ന് പ്രാർത്ഥനാ കേരളത്തിലൂടെ കർത്താവ് ഈ സന്തോഷത്തെ കർത്താവെ അവർക്ക് ദൈവം കൊടുത്ത ഈ ആയുസിനായി കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മുമ്പോട്ടുള്ള ആയുസിൽ കർത്താവിന് വേണ്ടി ഫലപ്രദമായി ജീവിപ്പാൻ, യേശുവിന് വേണ്ടി നിൽപ്പാൻ അവരെ സഹായിക്കണമേ കർത്താവെ. അവരുടെ ആവശ്യങ്ങളുടെ മേലെല്ലാം യേശുവിനെ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അടുത്ത സെക്കൻഡ് സാറ്റർഡേ നടക്കാൻ പോകുന്ന കർത്താവെ ആ മീറ്റിംഗ് കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികളോടും അങ്ങ് സംസാരിക്കണമേ. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം കർത്താവിടെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവെ. പ്രാർത്ഥന കേരളത്തിൽ നമുക്കറിയാം, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും എണ്ണ കരങ്ങളിലെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇതുവരെയും നമ്മൾ അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. അനേകരുടെ രോഗം സൗഖ്യമായത് നമ്മൾ അറിയുന്നു, കാണുന്നു. ഞങ്ങൾ ഇവിടെ നമ്മൾ എണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്നാൽ അതിന് മുൻപാകെ 2-3 വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. ആ സമയം കൊണ്ട് ഇതുവരെ നിങ്ങൾ എണ്ണ എടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും എടുക്കുവാനുള്ള സമയമുണ്ട്. എത്രയും വേഗം എടുക്കുക. ഇത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ഓൾട്ടറിൽ അനേകം വിഷയങ്ങൾ വന്നിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിലെ സാക്ഷ്യം ഇങ്ങനെയാണ്. 48 വർഷമായി അനുഭവിച്ചിരുന്ന ചൊറിച്ചിൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി. അദ്ദേഹത്തിൻ്റെ വയസ്സ് 49, 1ാമത്തെ വയസ്സ് മുതലുള്ള ചൊറിച്ചിൽ, 48 വർഷമായുള്ള ചൊറിച്ചിൽ പ്രാർത്ഥിക്കുന്ന കാലത്തിൽ നാം ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു സൗഖ്യമാക്കി. ഇന്ന് പലരും തൊക്ക് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു ഓർഡർ ഞങ്ങൾ പറയട്ടെ, യേശുവിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. തീർച്ചയായിട്ടും എണ്ണ എടുക്കുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ബോംബെയിൽ നിന്ന് സൂസി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് BP, ഷുഗർ, ഹാർട്ട് വാൽവ് പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് സൂസൻ വിളിച്ച് വരിക്കുന്നത് മറ്റൊരാൾക്ക് കൊടുത്ത പൈസ ഇതുവരെയും തിരിച്ചു ലഭിക്കില്ല, അത് കേസാണ്, അത് അനുകൂലമായൊരു വിധി ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥന നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ചാക്കോ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇളയ മോൻ സെസിലിൻ്റെ വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂത്ത മോനൊരു വിസ വേഗം ലഭിക്കണം. മൂത്ത മോൻ്റെ കുഞ്ഞ് ഏഞ്ചലിൻ്റെ ബർത്ത്ഡേ ആണ് 9-ാം തീയതി. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം. വൈഫിലാലും ദേഹം മുഴുവൻ വേദനയാൽ ഭാരപ്പെടും. നമ്മൾ ഒന്നിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ എണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ കർത്താവേ, ഹല്ലേലൂയ, ഈ കുടുംബത്തിന്മേൽ ഇവരുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേസുകളിൽ കൂടെ കടന്നു പോകുന്നൊരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ വിധി അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ. ജോലി ലഭിക്കേണ്ടവർക്ക് ജോലി, വിവാഹം നടക്കേണ്ടവർക്ക് വിവാഹം നടക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ കരങ്ങളിൽ നിങ്ങൾ എണ്ണ എടുത്ത് കാണും. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ എടുത്തിരിക്കുന്ന എണ്ണമേൽ നിങ്ങൾ കരം വയ്ക്കുക. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുള്ളപ്പോൾ നിങ്ങൾ യേശുവിന് നന്ദി പറയുക, യേശുവിന് സ്തോത്രം ചെയ്യുക. തീർച്ചയായിട്ടും പറയട്ടെ, നിങ്ങളെ കരിക്കുന്ന ഈ എണ്ണയില്ല, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വരാൻ പോകുക. തുടർന്ന് നിങ്ങൾ അത് പെരട്ടുമ്പോൾ, പ്രാർത്ഥനയോട് പെരട്ടുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം നിങ്ങൾ അത് അനുഭവിക്കും. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് ചെയ്യുന്ന അത്ഭുതം വിടുതല് നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ച് പറയണം. നമ്മൾ ഒന്നിച്ച് മറ്റുള്ളവർ പറഞ്ഞ് ചെയ്യാനും ദൈവനാമ മഹത്വം എടുപ്പാനും അത് ഇടയാകും. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങൾ എന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ, ശുദ്ധീകരിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ കർത്താവേ, ഇതൊരു ഔഷധ ഗുണമുള്ളതായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പം ഇപ്പോൾ കരങ്ങളിൽ എണ്ണ എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർ അവർ അതിന് മീതെ കരം വെച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ മഹത്വമുള്ള ഭുജം അതിന് മീതെ അങ്ങ് വയ്ക്കുമാറാകണമേ കർത്താവേ. എണ്ണയുടെ മേൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ, ഔഷധ ഗുണമുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നിമിഷം മുതൽ അത് പെരട്ടി കർത്താവേ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ വിടുതലുകളെ അങ്ങ് നൽകി കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. എറണാകുളത്ത് നിന്നും എബ്രഹാം അങ്കിള് വിളിച്ചിരിക്കുന്നു. എബ്രഹാം അങ്കിള് ഫാമിലിയായിട്ട് കുവൈറ്റിലേക്ക് പോവുകയാണ്. യാത്രയ്ക്കായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കിരൺ 28 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ക്യാൻസർ ആണ്. അതിന് വെല്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ പിതാവേ, എബ്രഹാം അങ്കിളിനും കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക കൃപ കൂടെ ഇരിക്കുമാറാകണം. യാത്രയിലെല്ലാം മംഗളകരമായി യാത്രയെല്ലാം പൂർത്തീകരിക്കുവാൻ ആ ജീവിതത്തെ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നീ അവർക്ക് അനുകൂലമാക്കി നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കിരണിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ മകൻ ഉണ്ടാവട്ടെ കർത്താവ്. ക്യാൻസർ പൂർണ്ണമായ ശരീരത്തിൽ നിന്ന് വിട്ടു മാറട്ടെ കർത്താവേ. യേശുവിന്റെ സൗഖ്യത്താൽ ആ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് ആ ജീവിതത്തെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇരു കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.
MB തോമസ് താലക്കുടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം, വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളെ വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് പഠിക്കുവാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും ഉണ്ടാകട്ടെ, പൂർണ്ണമായിട്ടൊരു വിജയം പ്രാപിക്കട്ടെ. ആ ഭാര്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ യേശുവിനെ അറിയുവാൻ, ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ ആ കുടുംബത്തോട് അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പൊന്മുടിയിൽ നിന്നും പ്രസന്ന വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന്റെ മദ്യപാനം മാറേണ്ടതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രസന്ന ആന്റിക്കും കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക കൃപയാൽ ആ കുടുംബത്തെ നീ നയിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം, ദൈവിക സന്തോഷം കർത്താവ് കുടുംബത്തിൽ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങൾ ഹസ്ബൻഡിനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഒരു പൂർണ്ണമായിട്ട് ഒരു രൂപാന്തര ജീവിതത്തിന് ഉണ്ടാവട്ടെ. കർത്താവ് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിമോചനം ഉണ്ടാവേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ജീവിതത്തോട് നീ ഇടപെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറിയാമ്മ മാത്യു ട്രിവാൻഡ്രത്ത് വിളിച്ചിരിക്കുന്നു. ഇന്റർവ്യൂ പാസ്സാകണം, ഹസ്ബൻഡ് വിശ്വാസത്തിൽ വരണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഇന്റർവ്യൂ എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഹൃദയത്തോട് കർത്താവെ അവിടുന്ന് കൃപ തോന്നിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഇന്റർവ്യൂ പൂർണ്ണ വിജയം പ്രാപിക്കട്ടെ, നല്ലൊരു ജോലി ലഭിക്കട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാലടിയിൽ നിന്നും ആനി വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന്റെ ദുശീലങ്ങളെല്ലാം മാറണം, മദ്യപാനം, പുകവലി, കടഭാരം യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവികമായിട്ടുള്ള കർത്താവ് കരം അവരോട് കൂടെ ഇരിക്കുമാറാണ്. കടഭാരങ്ങൾ മാറട്ടെ, ഒരു ദൈവിക ഉയർച്ച ആ കുടുംബത്തിന് മേൽ കടന്നു വരേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഹസ്ബൻഡിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു ദൈവിക കൃപകളാൽ അമ്മനെ നിറയ്ക്കുമാറണമേ. കർത്താവെ മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നെല്ലാം ഒരു പൂർണ്ണ വിമോചനം ആ ജീവിതത്തിന് കൊടുക്കുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമായി തീരുവാൻ കർത്താവെ ആ ജീവിതത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇനി നെയ്യാറ്റിൻകര വിളിച്ചിരിക്കുന്നു. കൂട്ടുകാരുടെ അമ്മയ്ക്ക് ഹാർട്ട് പ്രോബ്ലം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, സീരിയസ് ആണ്, പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഹൃദയത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറട്ടെ. എന്റെ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നത്, എന്റെ കർത്താവ് വചനം വഹിച്ച് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാട്ടാക്കടയിൽ നിന്നും സെൽവി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. ശാരീരികമായ സൗഖ്യമില്ല, തൊണ്ടയിൽ മുള്ളു കുടുങ്ങി വേദനയും നീരും, അതുപോലെ തന്നെ തലവേദനയാലും പ്രയാസപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. എറണാകുളത്തു നിന്നും ലില്ലി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. സഹോദരി ചിന്നമ്മ 79 വയസ്സ്, പനിയും മാനസികമായ ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുന്നു തുടങ്ങി അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. വേഗത്തിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുന്ന ഓരോ വിഷയങ്ങളും ഇവിടെ എത്തിച്ചേരും. ഞങ്ങളിപ്പോൾ ഈ ഓൾട്ടറിൽ ഓരോ വിഷയങ്ങളും അടുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഒരു വേള നിങ്ങളൊരു രോഗത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ കേസ് സംബന്ധമായ വിഷയത്തിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങൾ ഏത് ക്ലേശത്തിലൂടെയാണോ കടന്നു പോകുന്നത്, ഇപ്പോൾ ആ ഏത് വിഷയമാണെങ്കിലും ആ ഓരോ വിഷയത്തിൻ്റെ മേലും ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. കാരണം ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു, അവൻ അത്ഭുത മന്ത്രിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളിൽ പോലും ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും യേശുവിന് ഇന്ന് കഴിവുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ സമയത്ത് വിളിച്ചു പറയുന്ന ഏതെങ്കിലും ഒരു വിഷയം പ്രാർത്ഥിക്കാതെ ഒരിക്കലും പോകത്തില്ല. ആമീൻ. ഇവിടെ വായിച്ച് നിങ്ങൾ കേട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. തീർച്ചയായിട്ടും ആ വിഷയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഓൾട്ടറിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു രോഗിയാണെങ്കിൽ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തെയാണോ ഓർത്ത് ഭാരപ്പെടുന്നത്, നിങ്ങൾ ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സകല ജീവിതങ്ങളെയും ഇപ്പോൾ നിന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ സമനില നേരെയാകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഭരിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദുഷ്ടനൊരുക്കുന്ന സകല കെണികളും അവരുടെ ജീവിതം വിട്ട് പുറത്തു പോകട്ടെ. പുതിയ വർഷം കർത്താവെ അവർക്ക് അനുഗ്രഹത്തിന്റെയും ഹല്ലേലൂയ ആത്മീക തലത്തിൽ ഉയരുവാനുള്ള ബലത്തെയും നൽകി കൊടുത്തിരുന്നു മാനിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ, ഭാരത്താൽ രോഗത്താൽ ബാധിക്കപ്പെട്ട ജീവിതങ്ങളെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ അവർക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന തിരുവചനം ഞങ്ങൾ ആ കുടുംബങ്ങളിലേക്ക് അയച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ അവരുടെ കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. അവർ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. എന്റെ പിതാവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. കടകടന്ന് പ്രവീണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ECG വേരിയേഷൻ ഉണ്ട്.
ഗൾഫിൽ പോകേണ്ടതാണ്. മെഡിക്കൽ ടെസ്റ്റ് റിസൾട്ട് അത് നോർമൽ ആകേണ്ടതിന് വേണ്ടി നമ്മളുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അത്ഭുതം ഇപ്പോൾ തന്നെ സഹോദരി നിങ്ങളുടെ മേൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. പത്തനാപുരത്ത് നിന്ന് ഷീബ വിളിച്ച് പറയുന്നു, കുഞ്ഞിന് 1 മാസമായിട്ട് ശക്തമായിട്ട് തലവേദനയാണ്, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, വളരെയധികം പ്രയാസം നേരിടും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുതകരം ഈ വിഷയങ്ങളിൽ വെളിപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ തങ്കച്ചാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ, അവിടുന്ന് വചനമയച്ച് സൗഖ്യമാക്കുന്നു. കർത്താവേ, മക്ക വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് കർത്താവേ കാര്യം തൊട്ട് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ വചനത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഏതെങ്കിലും വിഷയത്തിൽ യാചിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നൽകുമെന്ന്. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടുകൂടി കർത്താവേ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് വചനമയച്ച് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സോമൻ എറണാകുളത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. പ്രൊമോഷൻ ലഭിക്കണം, മൂത്ത മകന് സ്ഥിരമായി ജോലി വേണം, സഹോദരിമാരുടെ വിവാഹം നടക്കണം, ഭാര്യ മകന് വിശ്വാസത്തിൽ വരണം, കൂട്ടുകാരന്റെ വിടുതലിനായി പ്രാർത്ഥിക്കണം. പ്രിയ പിതാവ്, ഈ വിഷയങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പ്രൊമോഷൻ എത്രയും പേർ തന്നെ ലഭിക്കട്ടെ. കർത്താവെ, ആ മൂത്ത മകൻ ഒരു സ്ഥിരമായ ഒരു ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ടെ. കർത്താവ്, വിവാഹം നടക്കാത്ത സഹോദരിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു വിവാഹം നീ അവർക്ക് കൊടുത്താട്ടെ, നല്ലൊരു പങ്കാളി നീ അവർക്ക് കൊടുത്താട്ടെ. കർത്താവെ, ആ കുടുംബം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ. ആ രോഗത്താൽ ഭാരപ്പെടുന്ന കൂട്ടുകാരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പൂർണ്ണ വിടുതലങ്ങ് അയച്ചാട്ടെ. കർത്താവ്, വിഷയങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയച്ചാട്ടെ, സൗഖ്യം അയച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലിജു പത്തനംതിട്ട വിളിച്ചിരിക്കുന്നു. പണയത്തിന്റെ പലിശ അധികമാകുന്നു, നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ നഷ്ടം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, അത് എത്രയും വേഗം എടുക്കുവാൻ നീ സഹായിക്കണം. അതുമൂലം ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ പ്രാർത്ഥന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മണി ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ഇന്നു മുതൽ പുതിയ പ്രൊവിഷൻ സ്റ്റോർ തുടങ്ങുന്നു. അതിനോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ പിതാവേ, കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അവർ തുടങ്ങാൻ പോകുന്ന ബിസിനസ് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സമസ്ത മേലും കർത്താവെ ഒരു സമൃദ്ധി ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സുരേഷ് മാന്നാഥ വിളിച്ചിരിക്കുന്നു. മകൾക്ക് ഫിറ്റ്സ് വരുന്നു, വളർച്ച കുറവ്, സാമ്പത്തിക പ്രയാസം. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ മകന്മേൽ ഉണ്ടാകട്ടെ. ആ വളർച്ചക്കുറവ് മാറട്ടെ, സാമ്പത്തിക പ്രയാസം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായൊരു വിടുതൽ ഈ വിഷയത്തിന്മേൽ കർത്താവ് ഇപ്പോൾ തന്നെ കൽപ്പിച്ചാക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ബിനി കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ബ്രദർ വിഷം കഴിച്ച് ഹോസ്പിറ്റലാണ്. പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. കർത്താവെ, പ്രിയ സഹോദരൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അവനെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവന്റെ ശരീരത്തിലുള്ള കർത്താവ് എല്ലാ വിഷാംശങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ടെ, ഒരു പൂർണ്ണ വിടുതൽ അങ്ങ് അയച്ചാട്ടെ, ഒരു പൂർണ്ണ ആരോഗ്യം അങ്ങ് അയച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലിസി ഞങ്ങളെന്ന് വിളിച്ചിരിക്കുന്നു. 3.5 വയസ്സുള്ള ആൽവിന് ഡെങ്കിപ്പനി. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ആ കുഞ്ഞിന്റെ മേൽ ഇപ്പോൾ തന്നെ വരട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവല്ല എന്ന് സാറാമ്മ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, കൊച്ചുമകൻ ജോയൽ പനിയാൽ തലവേദനയാൽ ഭാരപ്പെടുന്നു, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ തിരുവല്ല എന്ന് ബിനു എന്നൊരു സിസ്റ്റർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, മകൾ ആൻഷിമോൾ എക്സാം നന്നായി എഴുതുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പഠിച്ചതൊക്കെ ഓർത്തിരിക്കാൻ സഹായിക്കണം. നമുക്ക് ഒന്നിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കും. പ്രിയ അജിത് ബ്രദർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, രാവിലെ കാലം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, പ്രത്യേക ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കുഞ്ഞുങ്ങളെ ദൈവിക കൃപയാൽ നീ കൂടെ ഇരുന്ന കർത്താവരെ വഴി നടത്തുന്നതിനായി നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ശാരീരികമായ പ്രയാസം അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ദൈവിക സൗഖ്യം ആ കുഞ്ഞുങ്ങളെ മേൽ നീ പകരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മേൽ നിന്റെ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുമാറാകണം. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ കർത്താവേ, കുഞ്ഞുങ്ങളെ മേൽ ദൈവിക ഭക്തിയാൽ വളർന്നു വരുവാൻ കർത്താവെ, നീ അവരെ നയിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ല അനുസരണമുള്ളവരായി കർത്താവെ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തൊക്കെയാണ് കർത്താവെ, നിന്റെ കൃപയാല കുഞ്ഞുങ്ങളെ വഴി നടത്തുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം കർത്താവെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കായി ഭാരപ്പെടുമ്പോൾ ഞങ്ങൾ ആ മാതാപിതാക്കളൊക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ കുഞ്ഞുങ്ങളെ ശുഭഭാവി കാണുവാൻ തൊക്കെയാണ് അവരെ നീ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളായി തീരേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ എല്ലാവരും ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാ
കർത്താവെ ദൈവ ഭക്തിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ തൊക്കോണം, നല്ലൊരു തലമുറയെ കാണുവാൻ തൊക്കോണം. ഈ ജനം കർത്താവെ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ അന്വേഷിക്കുന്നവരായി തീരുവാൻ തൊക്കണം. കുഞ്ഞുങ്ങളെ എല്ലാം നീ ഒരുക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥനയും ആരാധനയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും വിജയമ്മ എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നത് ഭർത്താവ് ശശിക്ക് ജോലി ലഭിക്കണം, മകൻ സജീവൻ 25 വയസ്സായി, വിവാഹം നടക്കണം. അതുപോലെ തിരുവല്ലയിൽ നിന്നും ഡെന്നിസ് എന്നൊരു സഹോദരൻ വിളിച്ച് പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത് മകന്റെ വിവാഹം നടക്കണം, മകൾ നിധിക്ക് ജോലി ലഭിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വരുന്ന അനേക വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മക്കളുടെ വിവാഹവും ജോലിയോടുള്ള ബന്ധത്തിലുള്ള അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, താങ്കളുടെ മകൾ അല്ലെങ്കിൽ മകൻ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ താങ്കൾക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഡെന്നിസിൻ്റെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതം അവന് ലഭിക്കട്ടെ. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവന് ജോലി ലഭിക്കട്ടെ കർത്താവെ. വിജയമ്മയുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ നല്ല നിലയിലുള്ള ഒരു ജോലി അവന് ലഭിക്കട്ടെ. മകൻ സജീവനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ലഭിക്കട്ടെ കർത്താവെ. അതോടൊപ്പം ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ. വിവാഹം നടക്കാതിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ആമീൻ. പ്രായം കവിഞ്ഞിട്ടും ഇതുവരെയും വിവാഹം നടക്കാത്ത ആ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തക്ക തുണയെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നന്മയുടെ വാതിലുകളെ കർത്താവെ നീ അവർക്ക് തുറന്നു കൊടുത്ത് ഇന്നും നീ ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടേണ്ടതിന് അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുമോൻ പുതുപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ പ്രിൻസ് ജോർജ് 21 വയസ്സ്, ലങ്സിന് പ്രോബ്ലം, മണ്ടയിൽ ഒരു മേജർ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ലങ്സിലെ ഏത് വിധത്തിലുള്ള രോഗമായിരുന്നാലും സ്വർഗത്തിലെ ദൈവം അതിനൊരു പുതുമ വരുത്തുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കേടുകളെ പോക്കി ഒരു പൂർണ്ണ ബലമുള്ള ഒരു ലങ്സ് അവന്റെ ശരീരത്തിൽ അതേ കർത്താവെ ഉണ്ടായി വരുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. സോണി കോവളത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പോലീസ് ടെസ്റ്റ് കഴിഞ്ഞു, സെലക്ഷൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ജോലി എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ. ആ പോലീസ് ഉദ്യോഗം ലഭിച്ച് നല്ലതാണ് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അന്നമ്മ പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അതിഭയങ്കര വയറുവേദന, വോമിറ്റിംഗ് ഉണ്ട്. പരിശുദ്ധ കർത്താവേ, നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തെ അലട്ടുന്ന വയറിന്റെ വേദന പൂർണ്ണമായി വിട്ടുപോകട്ടെ കർത്താവേ. ഛർദിലും നിന്റെ മകൾ ദൈവത്തെ സ്തുതിപ്പാനിടയാക്കണം. ഇപ്പോൾ തന്നെ ആരോഗ്യവതിയായി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. എന്റെ പിതാവ് ഒരുക്കുന്ന നന്മയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. അനിത തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണം. സ്വർണത്തിന്റെ മേലുള്ള തടസ്സങ്ങൾ മാറണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ വിവാഹത്തിന് യാതൊരു തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചന്തമായിട്ട് നടക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക മേഖലയിൽ സ്വർണത്തിന്റെ കാര്യങ്ങളും തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറി യാതൊരു തടസ്സവുമില്ലാതെ വിവാഹം നടക്കട്ടെ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രീതി എറണാകുളത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ശ്വാസം മുട്ടൽ, അടുത്ത ആഴ്ച എക്കോ എടുക്കുന്നു. റിസൾട്ട് നോർമൽ ആകണം. പരിശുദ്ധ കർത്താവെ, നിന്റെ പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്വാസതടസ്സം ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ. അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമൽ എന്ന് പറയത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. മിനി ചാലക്കുടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പണയ സ്വർണം തിരികെ എടുക്കുവാൻ പ്രാർത്ഥിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്വർണ്ണപ്പണയം എടുക്കുവാൻ സാമ്പത്തികമായ തടസ്സങ്ങളാണെങ്കിൽ അത് പൂർണ്ണമായി മാറി സാമ്പത്തികമായിട്ട് പുതുവഴികൾ അവർ തുറക്കട്ടെ. എന്റെ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സിനു, നമ്മുടെ 10-27,000 പ്രാർത്ഥന റിക്വസ്റ്റുകളാണ് നമ്മുടെ ഓൾട്ടറിൽ ഇവിടെ വന്നിരിക്കുന്നത്. താങ്കൾക്ക് ആർക്കേലും സമയമുള്ളതുപോലെ കോട്ടയത്ത് ഈ സ്റ്റുഡിയോയിൽ വന്ന് നമ്മുടെ ഈ ഓൾട്ടറിൽ ഇരിക്കുന്ന വിഷയങ്ങളെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളിവിടെ കടന്നു വരണം. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്, നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഇതിനകത്ത് നേരത്തെ വന്നൊരു പ്രാർത്ഥന റിക്വസ്റ്റ് ഇപ്പം മുരുകൻ കാട്ടാക്കട
ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, അത്ഭുത സൗഖ്യമുണ്ടായി. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ അത്ഭുത സൗഖ്യം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളിൽ വന്ന് നിങ്ങൾ ഓരോന്നും എടുത്ത് പ്രാർത്ഥിക്കണം. അനേകം പേർ കടന്നു വരുന്നുണ്ട്. താങ്കളുടെ സമയമനുസരിച്ച് താങ്കളും കടന്നു വരണം. അതുപോലെ തന്നെ സിനു, ഇന്നത്തെ പത്രത്തിലൂടെ പോകുമ്പോഴത്തേക്കിന് നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് ഈ പെട്രോൾ ഡീസലിൻ്റെ ഒക്കെ വില കുറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്ന് പെട്രോളിന് വില കുറഞ്ഞു എന്ന് നമുക്ക് പത്രത്തിലൂടെ വായിക്കാം. അതുപോലെ ന്യൂയോർക്കിൽ 21 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ആളുകൾ പുകവലി നിരോധിച്ചിരിക്കുന്നുവെന്ന്. ഞങ്ങൾ പറയട്ടെ, പുകവലി നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബൈബിൾ പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന്. തീർച്ചയായിട്ടും നമുക്കത് ഉപേക്ഷിക്കാം. കർത്താവിനുള്ള കൃപ തരും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, മുരുകനോടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളെ കർത്താവ് കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങ് മറുപടി നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പുകവലി, മദ്യപാനത്തിന് കർത്താവെ തുടങ്ങിയ എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്ന് ജനത്തെ നീ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനുഗ്രഹിക്കട്ടെ ഭാവി ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകൃപയാൽ ഓരോരുത്തരെയും നിറച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മാവേലിക്കരയിൽ നിന്നും ജോയി വിളിച്ചിരിക്കുന്നു. മകൾ ഗൾഫിലാണ്, നല്ല ജോലി അവിടെ ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ജോയി ബ്രദറിന് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമ്മകളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് മകൾക്ക് നല്ലൊരു ജോലി അവിടെ ലഭിക്കുമാറാകട്ടെ. ദൈവിക അനുഗ്രഹങ്ങളാൽ മകളെ അവിടെ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഷാന ട്രിവാൻഡ്രത്ത് വിളിച്ചിരിക്കുന്നു. മകളും ഷാനയും കൂടി മസ്കറ്റിലേക്ക് പോകുന്നു. ജോലി ശരിയാകണം. യേശുവിന്റെ നാമത്തിൽ അവരുടെ യാത്ര കർത്താവെ സുഖകരമാകട്ടെ. കർത്താവെ, അവിടെ ചെല്ലുമ്പോൾ ജോലി ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. എൻ്റെ കർത്താവിന്റെ കാര്യം അവിടെ പ്രവർത്തിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥന കേരളത്തിൽ അനേകം കോളുകൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാം പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ഇതിലും അധികം വിഷയങ്ങൾ ഇരിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. തുടർന്നും തീർച്ചയായിട്ടും ഇതിനകത്ത് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്ന് പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ അത്ഭുതം ഓരോ വിഷയത്തിന്മേൽ വെളിപ്പെടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ മറന്നു പോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. നിങ്ങൾ ഇതുവരെയും വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ തുടർന്നുള്ള 7 മണിക്ക് ശേഷം വിളിക്കണം. നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. ദൈവദാസന്മാർ, ദാസിമാർ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർ കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ കഴിയാവുന്ന രീതിയിലെല്ലാം പ്രാർത്ഥനയിലും മറ്റ് സാമ്പത്തികമായ ആവശ്യങ്ങളിലും കൂടെ നിന്ന് ശുശ്രൂഷയിൽ സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കട്ടെ. വലിയ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരിലും ഉണ്ടാകുവാൻ ദൈവം നമ്മൾ ഓരോരുത്തർ സഹായിക്കണം. ഇപ്പോൾ അർജൻറ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥനാ വിഷയം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ചെങ്ങന്നൂരിന്ന് ജോർജ് പിതാവ് മാത്യു ശ്വാസം മുട്ടൽ മൂലം ഹോസ്പിറ്റലിലാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ആ പ്രിയ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതോടൊപ്പം കർത്താവേ, ഞങ്ങളിവിടെ വന്ന സകല വിഷയങ്ങളെയും അങ്ങനെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇതിൻ്റെ വിഷയത്തിന്മേൽ കർത്താവ് നിൻ്റെ മറുപടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഇതിപ്പോൾ ഒരു പുതിയൊരു മാസത്തിലേക്ക് ദൈവം നമ്മൾ പ്രവേശിപ്പിച്ചല്ലോ. ഈ മാസം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെ മാസമായി ദൈവം പുതിയ പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നന്മകൾ കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്നു മുതൽ കാലം തിരുവചനം തുടർമാനമായിട്ട് വായിക്കണം. ദൈവസന്നിധിയിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവകൃപ അനുഭവിക്കുവാൻ, ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നന്മകളാ നിറയട്ടെ. നമ്മുടെ കേരളത്തിന്മേ ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ഭരണാധികാരികളെ ദൈവഭരണങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. ദൈവകൃപ ഓരോരുത്തരുടെ മേലും കൂടിയിരിക്കട്ടെ എന്ന് പോലെ നമ്മളിവിടെ പാടുന്ന പാട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മളത് പാടട്ടെ. യേശുവേ, നീ എത്ര നല്ലവൻ, നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ. ദൈവസാന്നിധ്യത്തെ ഓരോരുത്തരെയും ദൈവം മറക്കട്ടെ. ദൈവകൃപയ്ക്കുള്ളിൽ ദൈവം നിങ്ങളെ പൊതിഞ്ഞു പരിപാലിക്കട്ടെ. ജോലി മേഖലയിലും ഈ പാട്ട്, ഈ വരികൾ നമ്മുടെ നാവിൽ ഉയരട്ടെ.
നീ എത്ര നല്ലവൻ. എന്നേശുവേ നീ എത്ര നല്ലവൻ. എന്നേശുവേ